ടിഷ്യൂ പേപ്പർ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒന്നാണ്. ഈ ടിഷ്യൂ പേപ്പർ വെക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീട്ടിൽ ഉപയോഗമില്ലാതെ ഇരിക്കുന്ന പഴയ CD ആണ് ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. CD, കളർ പേപ്പർ, പശ, കത്രിക, ഡെക്കറേഷൻ ഐറ്റംസ്, തെർമോകോൾ, റിബൺ, സ്കെയിൽ, സ്കെച്ച് പേന എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. CD ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. 2 CD ഇതിനായിട്ട് എടുക്കുക. ഇനി ഒരു സ്കെയിലും പെൻസിലും എടുത്ത് ഇതുപോലെ CDക്ക് മുകളിൽ വയ്ക്കുക. അതിനുശേഷം ഇതിനു മുകളിലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. 2 CDക്ക് മുകളിലും ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കണം. ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൂടെ കത്രിക വെച്ച് ഇത് മുറിച്ചു മാറ്റാം. ഇവിടെ രണ്ടും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കളർ പേപ്പർ എടുത്ത് വെട്ടിവെച്ച CD അതിന് മുകളിൽ വെക്കണം. എന്നിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. CD-യുടെ ഷേപ്പിൽ തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത്. CD-യുടെ ഷേപ്പിൽ വരച്ചതിന് ശേഷം ഇത് കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കണം. CD-യുടെ അതേ ഷേപ്പിലുള്ള ഒരു കളർ പേപ്പർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2-3 എണ്ണം ഇതുപോലെ ഇവിടെ വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ഇത് CD-യുടെ മുകളിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഒരു വശത്ത് മാത്രമാണ് കളർ പേപ്പർ വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 2 CD ഒരുമിച്ചെടുക്കുക. അതിനുശേഷം ഇത് പരസ്പരം ഒട്ടിച്ചു കൊടുക്കണം. കളർ പേപ്പർ ഒട്ടിക്കാത്ത വശത്തായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോ 2 സൈഡിലും കളർ പേപ്പർ ഉണ്ട്. അങ്ങനെ നമ്മൾ 2 CD-കൾ ഒരുമിച്ച് ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒട്ടിച്ച 2 CD എടുത്ത് കളർ പേപ്പറിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് നോക്കുക. ഈ CD-യുടെ താഴെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കളർ പേപ്പർ വേണം. ഇവിടെ ഇത് കൃത്യമായി അളന്നെടുത്തിട്ടുണ്ട്. ഈ കളർ പേപ്പർ നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ തെർമോകോൾ കഷ്ണം എടുക്കുക. അതിന് മുകളിൽ വെട്ടിവെച്ചിട്ടുള്ള പേപ്പർ ഒട്ടിക്കണം. ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തെർമോകോൾ ഒരു കറുത്ത പെയിന്റ് കൊണ്ട് കളർ ചെയ്ത് കൊടുക്കുക. മുകളിൽ 2 വശത്തും നമ്മൾ CD-യും വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. കളർ ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു കളർ റിബൺ എടുത്ത് ഇതിന്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. മാത്രമല്ല ഇവിടെ സ്റ്റോണും വെച്ച് ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരുപാട് കാശൊന്നും മുടക്കാതെ ടിഷ്യൂ ഹോൾഡർ തയ്യാറാക്കിയത് കണ്ടില്ലേ? നിങ്ങൾക്കും എളുപ്പത്തിൽ ഇത് വീട്ടിൽ തയ്യാറാക്കാനായിട്ടാകും. അപ്പോ നിങ്ങളുടെ വീടിന്റെ ടേബിളിലും വെക്കാനായിട്ട് ഇത്തരത്തിലൊരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.